സൂപ്പർ 60 ഇനി ഒരു ആനക്കഥയിലേക്കാണ്. അടുപ്പമുള്ളവരെ പേര് ചൊല്ലി വിളിക്കുന്ന ആനകളെ നിങ്ങൾക്കറിയാമോ? അടുപ്പമുള്ളവരെ പേര് ചൊല്ലി വിളിക്കുക മാത്രമല്ല, വിളിക്കുന്നവർ വിളി കേൾക്കുമെന്നും കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ. ഡോൾഫിനും തത്തകളും സ്വന്തം വർഗത്തിലുള്ളവരെ ഇങ്ങനെ വിളിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ആനകളുടെ കാര്യത്തിൽ ഇത് പുതിയ അറിവാണ്. തുളസിയാണ് സംസാരിക്കുന്നത്. തുളസി വരൂ. എന്തോ തുളസി, അതെ, അതായത് ഇപ്പൊ ഇങ്ങനെ പേര് വിളിക്കുമ്പോ എന്നെ തിരിച്ച് പേര് വിളിക്കാനൊക്കെ കഴിവുള്ള ആളുകളാണ് നമ്മൾ മനുഷ്യര്. നമ്മൾ ഈ തത്തകളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ആനകൾ ഇപ്പൊ പത്മനാഭ, ശങ്കരൻകുട്ടി എന്നൊക്കെ വിളിക്കുന്ന പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇത് കെനിയയിൽ ഒരു കൂട്ടം ആഫ്രിക്കൻ ആനകളെ വെച്ച് നടത്തിയ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു കണ്ടെത്തൽ ഇപ്പം വന്നിരിക്കുന്നത്. അതായത് ഏകദേശം 1986 മുതൽ ഇങ്ങ് 2022 വരെ ഈ ഗ്രൂപ്പ് ഓഫ് ആനകളുടെ, ഒരു കൂട്ടം ആനകളുടെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുകയുണ്ടായി. അമേരിക്കയിലെ കൊളറാഡോ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് ഇതിന് പിന്നിൽ. അപ്പം ഈ ശബ്ദശകലങ്ങൾ റെക്കോർഡ് ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനകളുടെ ഇടയിൽ അവർ തമ്മിൽ പേഴ്സണലായിട്ട് അവർക്ക് സംസാരിക്കാനും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ അവരുടെ ഇടയിൽ ഒരു പേഴ്സണൽ എന്താ പറയുക, ശബ്ദശകലങ്ങൾ അല്ലെങ്കിൽ അതിനായിട്ടൊരു സ്പെഷ്യൽ ലാംഗ്വേജ് ഉണ്ടെന്നാണ്. അതായത് ഒരു കൂട്ടത്തിലെ ഒരു ആന ഒരു പ്രത്യേക രീതിയിൽ ശബ്ദം വെക്കുമ്പം മറ്റൊരു കൂട്ടത്തിലെ ഒരു ആന അതിന് തിരിച്ചു പ്രതികരിക്കുന്നു. ഇത് നിരന്തരം നമ്മൾ ഇവരുടെ ശബ്ദശകലങ്ങൾ വിശകലനം ചെയ്തപ്പോൾ മനസ്സിലാവുന്നത് ഇത്തരത്തിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതായത് ഏതെങ്കിലും ഒരു ആന ഒരു രീതിയിൽ ശബ്ദം ഉണ്ടാക്കുമ്പം മറ്റൊരു കൂട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരാന ഇത് തിരിച്ച് ഈ ആനയ്ക്ക് മറുപടിയായിട്ട് വേറൊരു ശബ്ദശകലം പുറപ്പെടുവിക്കുന്നതാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആനകൾക്കിടയിൽ പല കാര്യങ്ങളും റോഷൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് എന്തേ എന്ന് ചോദിക്കുക അവരുടെ ഇടയിലും ആൾക്കാരുണ്ടെന്ന് മനസ്സിലാവും. ആന ചിഹ്നം വിളിക്കുമ്പോഴും ഇങ്ങനെ മുരളുമ്പോഴൊക്കെ ഇനി നമ്മൾ പ്രതീക്ഷിക്കണം എന്തോ അർത്ഥം ഉണ്ടെന്ന്. അതെ, അർത്ഥം വെച്ചുള്ള ഒരു വിളിയാണ്. നേരത്തെ ഒരു ഏഷ്യൻ ആന കൊറിയൻ വാക്കുകൾ ഉച്ചരിക്കുന്ന ഒരു വാർത്ത നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇത്തരത്തിൽ ആനകൾക്കിടയിൽ സംസാരിക്കണം, അവർക്ക് മാത്രമായിട്ടൊരു ലാംഗ്വേജ് ഉണ്ട്, അവർക്ക് മാത്രം സംസാരിക്കേണ്ട ഒരു ഭാഷ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏറെ കൗതുകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പം ശാസ്ത്രലോകം തന്നെ ഏറെ ഞെട്ടിയിരിക്കുന്ന ഒരു കാര്യവും കൂടെയാണ്. ശരിയാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ. എന്തായാലും അവര് സംസാരിക്കട്ടെ അല്ലേ. സംസാരിക്കട്ടെ. താങ്ക് യു തുളസി. താങ്ക് യു.